ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖല വേനൽക്കെടുതിയിൽ തകർന്നടിയുകയും കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോഴും സർക്കാരും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ ഭരണകൂടവും നിസ്സംഗത പുലർത്തുന്നത് മാപ്പർഹിക്കാത്ത വീഴ്ചയെന്ന് UDF ജില്ലാ നേതൃത്വം. കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയവും പലിശയിളവും പുനഃകൃഷിക്ക് പ്രത്യേക പാക്കേജും നടപ്പാക്കണം. കർഷകരുടെ ദുരിതം മാറ്റുവാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും UDF ജില്ലാ നേതൃത്വം അറിയിച്ചു. ഈ തോട്ടമേഖല മുഴുവൻ തകരുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു ജനവിഭാഗത്തിന്റെ ഉപജീവന മാർഗം ഇല്ലെന്നായിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളത്തിന് ഭയങ്കരമായിട്ടുള്ള ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വരൾച്ച തുടങ്ങുന്ന സമയത്ത് 100 ലിറ്റർ വെള്ളത്തിന് 300 രൂപയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിന്റെ വില 1000 ലിറ്റർ വെള്ളത്തിന് 300 രൂപയായിരുന്നു എങ്കിൽ ഇപ്പോൾ 700 രൂപ വരെയാണ്. ആ ഒരു നിലയിൽ കുടിവെള്ളത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും കേരളത്തിലെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തോ അവർ ഈ സംഭവം അറിഞ്ഞതായിട്ട് നടിക്കുന്ന പോലും ഒരു ഗവൺമെന്റിന്റെ എത്രയോ ഗുരുതരമായ വീഴ്ചയാണ്. ഈ ജില്ലയിൽ നിന്ന് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ട്, അദ്ദേഹത്തിന്റെ ചുമതല ശുദ്ധജല വിതരണമാണ്. അദ്ദേഹത്തിന്റെ വാ പൊളിയുന്ന പോലുമില്ല. മാപ്പ് അർഹിക്കാത്ത വീഴ്ചയാണ് ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹൈറേഞ്ച് തോട്ടമേഖല മുഴുവൻ കരിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടം നടത്തുമ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും നിസ്സംഗത മാപ്പർഹിക്കാത്ത വീഴ്ചയാണെന്ന് UDF ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ജില്ലയെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണം. കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. കർഷകരുടെ കടങ്ങളുടെ പലിശ എഴുതി തള്ളുകയും വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യണം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ടാങ്കറുകളും ആവശ്യമെങ്കിൽ സ്വകാര്യ ടാങ്കറുകൾ വാടകയ്ക്കെടുത്തും ജില്ലയിലെ ജലാശയങ്ങളിൽ നിന്നും കുടിവെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ജലവിഭവ വകുപ്പ് മന്ത്രി തയ്യാറാകണം. വായ്പയെടുത്തും മറ്റും കർഷകർ കൃഷി ചെയ്ത ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പുനഃകൃഷിക്ക് മാത്രമായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം. തേയില, കാപ്പി, കുരുമുളക്, കൊക്കോ, ഗ്രാമ്പു, ജാതി എന്നീ കൃഷികൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണം. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കർഷകരെ ദുരിതം മാറ്റുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് UDF നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി, കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, CMP ജില്ലാ പ്രസിഡന്റ് KA കുര്യൻ, OR ശശി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.